മന്ത്രിയുമായ തോമസ് ഐസക് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തോമസ് ഐസക്, സാധാരണഗതിയിൽ പലതരത്തിലുള്ള പ്രതിഷേധം കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മന്ത്രി, അതും ഒരു വനിതാ മന്ത്രിയെ അവർ ശാരീരികമായി ആക്രമിക്കുന്ന തലത്തിലേക്ക് പ്രതിഷേധം മാറുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇത് ശുദ്ധ തെമ്മാടിത്തോണമെന്ന്. എന്ത് പ്രതിഷേധം? സാധാരണ പ്രതിഷേധമാകുമ്പോ നമ്മുടെ ആൾക്കൂട്ടം മുദ്രാവാക്യം വിളിക്കുന്നു, കൊടി വീശുന്നു, ഇതൊക്കെ മനസ്സിലാക്കാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് മന്ത്രിയിടത്തേക്ക് 2 പേരോ 3 പേരോ ഓടിച്ചെന്ന് കയ്യേറ്റം ചെയ്യുന്നു. അതിൽ ഏറ്റവും അപഹാസ്യമായിട്ടുള്ളത് KFCന്റെ പ്രസ്താവനയാണ്. മന്ത്രി രക്തസാക്ഷി പരിവേഷം അണിയാൻ ശ്രമിക്കുകയാണെന്ന്. എത്ര അധപ്പതിച്ചിരിക്കുന്നു ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഇപ്പോ നാട്ടിൽ എങ്ങനെയെങ്കിലും സംഘർഷം ഉണ്ടാക്കാന്നുള്ളതാണ്. അതിന് എന്ത് നിമിത്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ പൊതു ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ലത് ഇത്രയേറെ 10,000 തസ്തികകൾ, ഏതാണ്ട് 20,000 കോടി രൂപയുടെ കെട്ടിടങ്ങളും സാമഗ്രികളുമെല്ലാം ഇത് നടത്തിയ വർഷത്തിന്റെ അവസാനത്തിലാണ് നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി ഇത്തരത്തിൽ ഹീനമായിട്ടുള്ള കൈയേറ്റം നടക്കുന്നത്. ഇത് ഈ നാട്ടിലെ ആര് പറഞ്ഞാലും സ്ത്രീകൾ മറക്കില്ല. നോക്കിക്കോളൂ, ഉണ്ടാവാൻ പോകുന്ന പ്രതികരണം എന്തെന്നുള്ള. അപ്പോ ഇത് വളരെ ശക്തമായി അഭിനയിക്കേണ്ടതാണ്. ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള കയ്യേറ്റമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതാണ്. നന്ദി ശ്രീ തോമസ് ഐസക്. അദ്ദേഹം പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തമാണ് ഈ ആക്രമണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മന്ത്രിക്കെതിരായ കയ്യേറ്റം എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്കെതിരായ കയ്യേറ്റമായി കൂടി ഇതിനെ കാണണമെന്നും കേരളത്തിലെ സ്ത്രീകൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നതുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒരു വനിതാ മന്ത്രിക്കാണ് ഈ തരത്തിൽ ഒരു പ്രതിഷേധത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള പ്രതിഷേധമായിരുന്നില്ല, അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളോ എത്തിയുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല. ഏതാനും പേർ മാത്രമാണ് ഈ കരിങ്കൊടിയുമായി ഈ സമയത്ത് പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. കഴുത്തിനും കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കഴുത്തിലെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നതുകൂടി നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ എത്തും എന്നതും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, സംസ്ഥാനത്താകമാനം പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു? കിരൺ, തീർച്ചയായും സാഹചര്യം മാറുകയാണ്. ഇതുവരെ ആരോഗ്യമന്ത്രിക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രതിപക്ഷത്തിൻ്റെ സമരം മുഖമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ രീതിയിൽ പല തരത്തിൽ കരിങ്കൊടി പ്രതിഷേധവും വഴിതടയിലുമൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചതോടുകൂടി ഇപ്പോഴത്തെ സാഹചര്യം മാറുന്നു. ഇതൊരു വനിതാ മന്ത്രിക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതുകൂടി വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം മന്ത്രി കടന്നു വരുമ്പോൾ അത് സാധാരണ നിലയിലുള്ള പ്രതിഷേധമല്ല. ആ പോലീസ് വ്യൂഹത്തിനകത്തേക്ക്, പോലീസുകാരുടെ കൂട്ടത്തിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കടന്നു കയറുന്നുണ്ട്. ആ മന്ത്രി തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴാണ് അത്തരത്തിലൊരു നടപടി. അവിടെയാണ് കിരൺ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടത്. കാരണം ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതാണ്. മാത്രമല്ല പലയിടങ്ങളിലായി കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും മന്ത്രി കടന്നുപോയ വഴിയിൽ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധം നടത്തുകയും അവിടെ CPMകാരുമായി കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് പിന്നീട് KSC പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. 2 വനിതാ പോലീസുകാർ മാത്രമാണ് മന്ത്രിക്കൊപ്പമുള്ളത്. പുരുഷ പോലീസുകാരുടെ കയ്യിൽ ലാത്തിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ബലപ്രയോഗം വേണ്ടിവരും. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നത് മാത്രമല്ല, അങ്ങനെ അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നതിൽ പോലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. സാധാരണ നിലയിലാണെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ ലാത്തി ഉണ്ടാകും. ഈ മുഴുവൻ പോലീസുകാരുടെ ഇങ്ങനൊരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. അവിടെ വലിയ ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷേധത്തിനോ മന്ത്രിയെ വഴിതടയലിനോ ഒക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ കുറഞ്ഞപക്ഷം ലാത്തി ഉണ്ടാകും. പക്ഷേ ഇന്ന് പുറത്ത് നിരവധി പ്രതിഷേധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പുറത്തെ പ്രതിഷേധത്തിനപ്പുറത്ത് ആക്രമിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുള്ളത്.
ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജിന്റെ പ്രതികരണമാണ് കേട്ടത്. വി കെ സനോജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ തരത്തിലേക്ക് ആക്രമണം തുടർന്നാൽ അതിൽ കോൺഗ്രസ് നേതാക്കൾ പുറത്തിറങ്ങി നടക്കില്ല എന്നതുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണം. മന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് ഗുണ്ട ആക്രമണം എന്നാണ് വി കെ സനോജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് തീക്കള്ളി കൊണ്ട് തല ചൊറിയുന്നു. ആക്രമണം തുടർന്നാൽ ഒരു കോൺഗ്രസ് നേതാവും റോഡിൽ ഇറങ്ങില്ല എന്നതുകൂടി വി കെ സനോജ് പറയുന്നു. ഇങ്ങനെയാണ് ആക്രമണം മന്ത്രിമാരെ നേരിടുന്നതെങ്കിൽ ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കു നേരെയും ഈ തരത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടാവും. ഒരു നേതാവും റോഡിൽ ഇറങ്ങാത്ത തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് വരുന്നു. എന്തായാലും കേരളത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ ചർച്ച ചെയ്യാതിരുന്ന മറ്റൊരു വിഷയത്തിലേക്ക് കൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ചയാവുകയാണ്. ആരോഗ്യ മേഖലയിൽ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് ഇതുവരെ KSUവും കോൺഗ്രസും ഒക്കെ സമരം ചെയ്തെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായതോടുകൂടി മറ്റു തരത്തിലേക്ക് ആ വിഷയം മാറുകയാണ്. ഇതിനെതിരെ അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് കേരളത്തിലെ CPMഉം പോഷക സംഘടനകളും എല്ലാം തന്നെ. ഈ വിഷയം അതിശക്തമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനമെന്നതും വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണവും അതിരൂക്ഷമായിരുന്നു. തുടർന്ന് മന്ത്രിമാർ ഓരോരുത്തരായി ആ തരത്തിലേക്കുള്ള പ്രതികരണങ്ങളും ഫേസ്ബുക്ക് വഴിയും അല്ലാതെയുമൊക്കെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും മുതിർന്ന നേതാവ് P ജയരാജൻ്റെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ പ്രതികരണവും ആ തരത്തിൽ രൂക്ഷമായിരുന്നു. സമാനമായ രീതിയിലേക്ക് ആക്രമണം കോൺഗ്രസിൻ്റെ നേരെ ഒരു തരത്തിൽ ഉണ്ടാവും എന്നത് നേരിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാവും. കേരളത്തിൽ ഇതിന് തിരിച്ചടി ഉണ്ടാവും എന്ന മട്ടിൽ തന്നെയാണ് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക് അടക്കം പറഞ്ഞത്. ശുദ്ധ തെമ്മാടിത്തം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതിനെ പ്രതിഷേധമായോ സമരമായോ കാണാൻ കഴിയില്ല. 4-5 പേർ പെട്ടെന്ന് കരിക്കൊടിയുമായി ചാടി വീണ് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു. അതിനെ സ്ത്രീക്ക് നേരെയുള്ള ആക്രമണമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, കണ്ണൂരിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കാനായി ആശുപത്രിയിൽ എത്തുമല്ലേ? കിരൺ, ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. മന്ത്രിമാരുടെ വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ KV ഗണേഷ് കുമാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞു. അവർ അല്പസമയത്തിനകം VJT ഹാളിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രകടനമായി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കൾ, CPMലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, ഇടതുപക്ഷത്തെ നേതാക്കളെല്ലാം തന്നെ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിൽ വീണ ജോർജിനെ സന്ദർശിക്കും. ഒരു കാരണവശാലും കിരൺ നമുക്കിത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു മന്ത്രിക്കെതിരെ, അതും വനിതാ മന്ത്രിക്കെതിരെ, അവർക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുക എന്നത് ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമായ ഒരു കാര്യമല്ല. അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാകാം, പക്ഷേ അവർക്കടുത്തേക്ക് പോയി അവരെ ശാരീരികമായി ആക്രമിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കണ്ണൂർ ആണ്, കണ്ണൂരിൻ്റെ സമരഭൂമികയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് മുതൽ നമ്മൾ പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞ സംഭവം, ഇപ്പോൾ ഈ വീണ ജോർജിന് നേരെ ഇത്തരമൊരു ആക്രമണം നടക്കുമ്പോഴും ഇതെല്ലാം തന്നെ കണ്ണൂരിൽ സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇത് അപ്രതീക്ഷിതമായ ഒരു സമരമായിരുന്നില്ല, കുറച്ചുകൂടി കരുതലെടുത്തുകൂടെ എന്നൊരു സംശയവും ചിന്തയും തോന്നിപ്പിക്കുന്നുണ്ട് കിരൺ. കാരണം മന്ത്രിയുടെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് സമരക്കാർ അതിക്രമിച്ച് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മന്ത്രിയുടെ വസതിയിൽ റീത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇടതു നേതാക്കൾ പറഞ്ഞത് മന്ത്രിയുടെ റീത്ത് വയ്ക്കുക എന്നതിനർത്ഥം മന്ത്രിയെ അപായപ്പെടുത്തുക, ശവത്തിനാണ് റീത്ത് വയ്ക്കുന്നത്, അങ്ങനെ റീത്ത് വെച്ചെങ്കിൽ അതൊരു സൂചനയാണ് എന്ന കാര്യം ഇടതു നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.